വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി സാങ്കേതിക സർവകലാശാല VC. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം കലാലയങ്ങൾക്ക് കൈമാറിയതിൽ ഡീൻ അക്കാഡമിക്സിനോട് VC ഡോക്ടർ കെ ശിവപ്രസാദ് വിശദീകരണം തേടി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ ഈ നേരത്തെയുള്ള ഈ വിവാദം അതിപ്പോഴും ഉണ്ട് എന്നാണോ? ഇപ്പോൾ വിഭജന ഭീതി ദിനാചരണമൊക്കെ കഴിഞ്ഞു, അത് നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോഴും കഴിച്ചു തൂങ്ങുകയാണ് സാങ്കേതിക സർവകലാശാല VC എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയ അല്ലെങ്കിൽ കോളേജുകൾക്ക് സർക്കുലർ നൽകിയ 3 സർവകലാശാലകളിൽ ഒന്ന് കേരള, ഒന്ന് കണ്ണൂർ, ഒന്ന് സാങ്കേതിക സർവകലാശാലകളായിരുന്നു. ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെ സാങ്കേതിക സർവകലാശാലയിലെ ഡീൻ അക്കാദമിക് വിനു തോമസ് മറ്റ് എല്ലാ കോളേജുകൾക്കും ഈ നിർദ്ദേശം കൈമാറി. അതായത് ഡീൻ അക്കാദമിക് എന്ന നിലയിൽ ഇത്തരത്തിൽ ഈ ഒരു കോളേജുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കരുത് എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ കൈമാറി. ഈ ഇത് നിയമവിരുദ്ധമാണ് എന്നാണ് VCയുടെ ഇപ്പോഴത്തെ നിലപാട്. കാരണം ഏതെങ്കിലും കോളേജുകളുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു അധികാരം അത് രജിസ്ട്രാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നുണ്ട്. 5 ദിവസത്തിനകം വിനു തോമസ് മറുപടി നൽകണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. സ്വാഭാവികമായി ഒരു അച്ചടക്ക നടപടി എടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസെല്ലാം നൽകുന്നത്. വിഭജന ദിനം ഓഗസ്റ്റ് 14 പല ആചരിക്കേണ്ടവർ ആചരിച്ച് അത് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് VC ഈ കാര്യങ്ങൾ വിടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം അത് പാലിക്കാനുള്ള നിർദ്ദേശം താഴെ കീഴിലുള്ള കോളേജുകൾക്ക് നൽകിയതിനാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം കേരള യൂണിവേഴ്സിറ്റിയിലേതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലെ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാണ്. ഇത്തരത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്തത് VCക്ക് അധികാരമില്ല എന്ന ഒരു വാദം നിൽക്കുമ്പോൾ അതിന് സമാനമായി തന്നെ ഡീൻ അക്കാദമിക്ക് എതിരെ നടപടിയെടുക്കാൻ VCക്ക് അധികാരമില്ല എന്നുള്ള ഭരണഘടനാ വശവും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ 5 ദിവസത്തിനകം മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഡീൻ അക്കാദമിക്ക് എതിരെ നടപടി ഉണ്ടാകുമോ, നടപടി എടുത്താൽ വീണ്ടും സർവകലാശാലകളിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതുമെല്ലാം ഇനി അറിയേണ്ടത്. എന്തായാലും ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സാധാരണ അച്ചടക്ക നടപടി എടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ രീതിയിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത്. അങ്ങനെ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോയാൽ കേരള സർവകലാശാല പോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലും കാര്യങ്ങൾ കൂടുതൽ വഷളാകും. പ്രജിൻ, സുമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.